നമസ്കാരം, എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം. തിരൂരിലെ അപകട കേന്ദ്രമായ നടുവിലങ്ങാടി വളവിൽ വാഴക്കുല ലോറി മറിഞ്ഞ് അപകടം. സംഭവം ഇന്ന് പുലർച്ചെ 3 മണിയോടെ. വയനാട്ടിൽ നിന്ന് വാഴക്കുല ലോഡുമായി തൃശൂരിലേക്ക് പോകുകയായിരുന്ന ലോറിയാണ് അപകടം സൃഷ്ടിച്ചത്. നടുവിലങ്ങാടി വളവിൽ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. ഡ്രൈവർ പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു. മറ്റു വാഹനങ്ങളിൽ ഇടിക്കാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. ലോറി ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞ് റോഡിൽ പതിക്കുകയായിരുന്നു. വാഴക്കുല ചിതറി റോഡിൽ വീണു. ക്രെയിൻ ഉപയോഗിച്ച് ലോറി ഉയർത്തിയാണ് ഗതാഗത തടസ്സം നീക്കിയത്. മഴയിൽ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമാക്കുകയും വളവിലെത്തിയപ്പോൾ മറിയുകയുമായിരുന്നുവെന്ന് ഡ്രൈവർ എഡിറ്റർ ലൈവിനോട് പറഞ്ഞു. ഇതിപ്പോ അപകടം നടന്നു പറഞ്ഞാൽ ഇപ്പൊ ഞാൻ വരുന്ന വഴിക്ക് വണ്ടി ചവിട്ടിയിട്ട് കിട്ടുന്നില്ല. ചവിട്ടിയിട്ട് കിട്ടാത്തല്ല, വണ്ടി അവിടെ തെന്നിപ്പോരാ. റോഡിന്റെ മഴ പെയ്തിട്ട് റോഡിൽ ഗ്രിപ്പ് കിട്ടുന്നില്ല. എൻ്റെ വണ്ടിക്ക് ടയറിന് ഗ്രിപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്നിട്ട് നമ്മൾ ചവിട്ടിയിട്ട് വണ്ടി അവിടെ തെന്നി പോന്നിട്ട് വലത്തോട്ട് മറയേണ്ട വണ്ടി ഇടത്തോട്ടേക്കാണ് ഞാൻ തട്ടിയപ്പോൾ ഒഴിവായി കിട്ടി. അതുകൊണ്ട് എനിക്ക് വലിയ പരിക്കിലാണ് ഞാൻ കഴിച്ചിലായി. ഇത് ശരിക്കും ആ വളവും കൊണ്ടേക്ക് ഇത്രയും വലിയ വളവായതുകൊണ്ട് ഇപ്പുറത്ത് വണ്ടികൾ കാണാനോ ഇനിയിപ്പോൾ ഞാൻ വരുന്ന സമയത്ത് ആരും ഇല്ലാത്തതുകൊണ്ട് കഴിച്ചിലായത്. അല്ല വേറെ ആരും ഉണ്ടെങ്കിൽ നല്ലൊരു ആക്സിഡൻറ്റ് ഇവിടെ ഉണ്ടാകുമായിരുന്നു. ഇപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ കാണുന്നത് എല്ലായിടത്തും പോസ്റ്റും കാര്യങ്ങളൊക്കെ പൊളിഞ്ഞിട്ടതൊക്കെ കിടക്കുന്നത് കാണുന്നത്. അപ്പോൾ ഞാൻ ഇവിടുത്തെ നാട്ടുകാരൊക്കെ പറയാം ഇവിടെ സ്ഥിരം അപകട ഏരിയയാണെന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ എന്തോ ഭാഗ്യത്തിനാണ് കഴിച്ചിലായതെന്ന് അവരെന്നോട് പറഞ്ഞത്. ഇവിടെ റോഡിൽ എന്തെങ്കിലും സിഗ്നൽ എന്തെങ്കിലും ഉണ്ടാവും? സിഗ്നലും കാര്യങ്ങളും പറഞ്ഞാൽ കാര്യമായിട്ട് നമ്മൾ ആ മഴ നമുക്ക് കൂടുതൽ കാണാൻ കഴിയുന്നില്ല. ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ്. പിന്നെ നമ്മൾ സ്ഥിരം വരുന്ന റൂട്ടാണ്. നമ്മൾ ആ ഒരു ഇതിലാണ് നമ്മൾ പോരുന്നത്. ഈ മഴത്ത് കുടുങ്ങണ ഞാൻ ആദ്യമായിട്ടാണ്. ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നപ്പെടുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. അപകടത്തിൽ ലോറിക്ക് വലിയ കേട് പറ്റിയിട്ടില്ല. രാവിലെയോടെ ക്രെയിൻ ഉപയോഗിച്ച് ലോറി ഉയർത്തി. തുടർന്ന് നാട്ടുകാരുടെ സഹായത്തോടെ വാഴക്കുലകൾ ലോറിയിൽ തന്നെ നിറച്ച് യാത്ര തുടർന്നു. നിരന്തരം അപകടങ്ങൾ ഉണ്ടാകുന്നതാണ് നടുവിലങ്ങാടിയിലെ വളവ്. ഒട്ടേറെ തവണ ചെറുതും വലുതുമായ വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെടുന്നു. ഇതു സംബന്ധിച്ച് പലതവണ അധികൃതർക്ക് നിവേദനങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും നടപടിയുണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ എഡിറ്റർ ലൈവിനോട് പറഞ്ഞു. ഇത് രാത്രി ഒരു 3 മണിക്ക് പാലത്തിൻ്റെ ലോറി മറിഞ്ഞതാണ്. ഈ നടുലങ്ങാടിൻ്റെയും തായപ്പാലത്തിൻ്റെ ഇടയിൽ AK മാളിൻ്റെ തൊട്ടടുത്ത് വലിയൊരു തിരിവാണ്. പല രൂപത്തിലും ആക്സിഡൻറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ഇത് പരാതി കൊടുത്തതാണ്. കുറേ ആക്സിഡൻറ്റ് നടന്നിട്ട് ഇവിടുത്തെ ഇരുമ്പിൻ്റെ അതൊക്കെ തകർന്നിട്ടുണ്ട്. നാളെ ഒരു കാറ് കണ്ടുന്നൊരു കടൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് ഒക്കെ രാത്രിക്ക് തന്നെ എടുത്തു പോവാണ്. അപ്പോൾ കുറേ പരാതി കൊടുത്തിട്ടൊന്നും യാതൊരു വഴിയും കണ്ടിട്ടില്ല. ഒന്നിക്കലും ഒരു ബോർഡ് വെക്കണം, എന്തെങ്കിലും ചെയ്യണത്. രാത്രി 3 മണിക്ക് വന്നപ്പോൾ ഞങ്ങൾ ലോറി മറിഞ്ഞ പോലീസുകാരും ഇതൊക്കെ മാറ്റിയിട്ടാണ് ഇപ്പോൾ ഈ സാധനങ്ങൾ പകല് എല്ലാവരും യൂണിയൻകാരൊക്കെ കയറ്റിയിട്ട് എടുത്ത് പോവാണ്. ഇപ്പം ഇങ്ങനെ ഒരു അപകടം നടക്കാൻ കാരണം ഈ വളവിൽ അപകടം വലിയ തിരിവാണ്. ഈ തിരിവൊന്ന് നിർത്തിയിട്ടേ ശരിയാവുള്ളൂ. അല്ലെങ്കിൽ അപകടം ഇതേമാതിരി പെരിയമ്പലത്തുണ്ട്. പൂക്കൽ കഴിഞ്ഞിട്ടും ഇതേമാതിരി ഉള്ള കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. ഈ മഴ പെയ്ത അപ്പോഴും അപകടം നടക്കുന്ന ഏരിയയാണ്. മഴ അല്ലാത്തപ്പോഴും ഈ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ ഈ ഏരിയ തന്നെ വന്നാൽ തന്നെ അറിയാം. ഇവിടുത്തെ നടപ്പാതുള്ള ഇരുമ്പിൻ്റെ അതൊക്കെ കംപ്ലീറ്റ് വാഹനങ്ങൾ അടിച്ചു പോയിട്ടുണ്ട്. ഒക്കെ രാത്രി വന്നിട്ടാണ് ഇടിക്കുന്നത്. അധികം പകലും ഉണ്ട്. എഡിറ്റർ ലൈവ്, തിരൂർ.